ഇത്രയും ദിവസത്തെ പരിചയം കൊണ്ട് അനിൻ സാറിൻ്റെ ഏകദേശം ശീലമൊക്കെ നമുക്കറിയാലോ. അനിൻ സാറ് സമ്മതിക്കും. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് കൂടി ക്ഷണിക്കുന്ന സാർ എന്തായാലും വരും. എന്നാ പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കട്ടെ സാറേ. താഞ്ചല്ല. അങ്ങനെയാണെങ്കിൽ വിഷുവിൻ്റെ തലേ ദിവസം 13-ാം തീയതി നമുക്ക് ഫിക്സ് ചെയ്തല്ലോ സാറേ? ഓ, വിഷുവിൻ്റെ തലേ ദിവസം എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ കുറച്ച് ഓട്ടോ ഉള്ളതാ. അത്യാവശ്യമാണോ? അതെ സാർ. എന്നാ പിന്നെ അങ്ങനെ തീരുമാനിക്കാം. തൻ്റെ കാര്യങ്ങളോട് നടക്കണമല്ലോ. താങ്ക് യു സാർ. അപ്പോൾ 13-ാം തീയതി. മോളെ, വിഷുവിൻ്റെ തലേ ദിവസം ആ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ വേണമെന്നാ നവീൻ പറയുന്നേ. അയാൾക്കെന്തോ കാര്യമുണ്ടത്രേ. ഞാനങ്ങ് സമ്മതിച്ചു. അന്നായതുകൊണ്ട് വേണമെങ്കിൽ അതൊന്ന് മാറ്റാന്ന് പറയായിരുന്നു. ഒരാൾക്കൊരു ഉപകാരമുള്ള കാര്യമാണെങ്കിൽ നമ്മുടെ വാക്കുകൊണ്ട് അത് തട്ടിക്കളയണ്ടല്ലോ. അയാളുടെ ഒരു നല്ല മനുഷ്യനാ. നടക്കട്ടെ മോളെ. എന്താമ്മേ ഗാഥ തറയെ കിടക്കുന്നത്? ഇവിടുത്തെ വിഷുവിന്റെ ചടങ്ങുകളെ കുറിച്ച് നിനക്ക് അറിഞ്ഞൂടെ? മുത്തശ്ശി അച്ഛനും പറയുന്നതനുസരിച്ച് എല്ലാം പാലിക്കുന്നുണ്ട് ഗാഥ. പലപ്പോഴും ഓർക്കുമ്പോ കഷ്ടം തോന്നും. എത്ര കഠിന വ്രതമായാലും ഒരു മടിയും കൂടാതെ അവൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എവിടെയോ ഈശ്വര പ്രീതിയിലൊരു കുറവ്. അത് മാത്രമോ തടസ്സം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആചാരങ്ങൾ കഠിനോ ഭക്ഷണോ ഇല്ല. എന്നിട്ടും ഒരു പരാതിയും ഇല്ലാതെ അവളതെല്ലാം ചെയ്യുന്നു. ഈ വിഷു കഴിയുമ്പോഴെങ്കിലും എല്ലാം ഒന്ന് നേരെയായി കിട്ടിയാൽ മതിയായിരുന്നു. നീ മോളുടെ അടുത്ത് ചെന്നിരിക്കുന്നെങ്കിൽ ഇരുന്നു. അതിനൊന്നും ഒരു വിരോധവും ഇല്ല. വേണ്ട വേണ്ട, കിടന്നോ. സാരമില്ല നവീൻ. നല്ല ക്ഷീണമാണെന്ന് അമ്മ പറഞ്ഞു. സാരമില്ല നവീൻ. ഞാനിതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ, നവീന് വേണ്ടിയിട്ടല്ലേ. അമ്മ പറഞ്ഞത് ദമ്പതിമാർ ചെയ്യേണ്ട കർമ്മങ്ങളിൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആൺപ്രജകളെയാണെന്നാ. നവീൻ ഒന്നും വരെ ഞാൻ സമ്മതിക്കില്ല. നവീന് വേണ്ടി എന്റെ ജീവൻ വരെ കളയാൻ ഞാൻ തയ്യാറാ. ഓ, ഇതിൽ കൂടുതൽ എന്താ സാറേ ഒരു ഭർത്താവിന് കേൾക്കാനുള്ളത്? ചില നേരത്തെ എനിക്ക് തോന്നുന്നതേ, കാതമട നവീൻ സാറിനെ സ്നേഹിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ഒരു പെണ്ണും ഒരാണിനെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ചില നേരത്താണെങ്കിലോ എല്ലാം കൂടെ തകടം മറിയുകയും ചെയ്യും. എല്ലാവർക്കും അത് ശല്യാണെന്ന് അറിയാൻ മാണിക്കുഞ്ഞ്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ ഈ വിഷു നന്നാവും. അതിന്റെ ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് പൂർത്തിയാവും. എന്നിട്ട് നമുക്കൊന്ന് ജീവിക്കണം, അല്ലേ നവീൻ? മോളെ, പാല് ചൂടാ, ഒന്ന് തണുത്തിട്ട് കുടിച്ചാ മതി. തിരക്കൊന്നുമില്ല, പതിയെ മതി. കണ്ടോടാ, നിനക്ക് ദോഷം ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ എല്ലാം മോൾ അനുസരിക്കുന്ന കണ്ടോ? കണ്ടു അമ്മേ. ഗാഥയുടെ പ്രയത്നങ്ങളൊന്നും ഞാൻ വില കൽപ്പിക്കാതിരുന്നിട്ടില്ല. പക്ഷേ പിന്നെ സംഭവിക്കുന്ന എന്താണെന്ന് എല്ലാരും കാണുന്നതല്ലേ. വീട് നവീൻ, ഇത്തവണ കൂടെ നമുക്ക് നോക്കാം.
സാറേ നമ്മൾ വലിയൊരു അബദ്ധം കാണിച്ചിട്ടുണ്ട്. എന്തു പറ്റിയോ? അല്ല, അനിയൻ സാറിന്റെ പ്രോപ്പർട്ടിയുടെ ഡീല് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വിഷുവിന്റെ തലേദിവസം അല്ലേ? വിഷുവിന്റെ തലേദിവസം നാളെയാണ്. അതിനെന്താടോ, പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ ആകുമ്പോൾ അധികം സമയമൊന്നും വേണ്ടല്ലോ, നമുക്ക് പോയിട്ട് വരാവുന്നല്ലേ ഉള്ളൂ. നീ എന്താ നവീനായി പറയുന്നേ? വിഷുവിന്റെ തലേ ദിവസമല്ലേ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ? അന്ന് വേറെ ഒരു കാര്യവും പറ്റില്ല. എന്താണെന്ന് വെച്ചാ മാറ്റി വെച്ചേ പറ്റൂ. അയ്യോ, അതൊന്നും പറ്റില്ലമ്മ. അനിൻ സാറിനോട് വിളിച്ച് വാക്ക് പറഞ്ഞതാ. ഹാ, ചടങ്ങുകളിൽ നീ ഇല്ലാതെ പറ്റില്ല. മുത്തശ്ശി അച്ഛനും ഒക്കെ അറിഞ്ഞാൽ അത് പ്രശ്നമാവും കേട്ടോ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. എന്തോടെ മണിക്കുഞ്ഞാ ചെയ്യാൻ പറ്റുക? സാറേ, ചില കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ നമ്മൾ രജിസ്ട്രേഷൻ ഇവിടെ വെച്ച് നടത്താറില്ലേ? രജിസ്ട്രാറെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ അത് അനിയൻ സാറിന് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നടത്താം സാറേ. സാറിന് ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും നവീൻ. അപ്പോ നവീൻ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാ. എന്നാ മണിക്കുഞ്ഞ് താൻ അങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്ക്. അത് ചെയ്യാൻ പറ്റും സാറേ, രജിസ്ട്രാർ നമ്മുടെ സ്വന്തം ആളല്ലേ. പക്ഷേ അനിയൻ സാറിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുമ്പോ അദ്ദേഹത്തിന് എന്ത് തോന്നുന്ന? അത് കുഴപ്പമില്ല. ഇത്രയും ദിവസത്തെ പരിചയം കൊണ്ട് അനിൻ സാറിന്റെ ഏകദേശം ശീലമൊക്കെ നമുക്കറിയാലോ. അനിൻ സാർ സമ്മതിക്കും. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് കൂടി ക്ഷണിക്കുന്ന സാർ എന്തായാലും വരും. എന്നാ പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കട്ടെ സാറേ. താൻ ചെല്ല്. താങ്ക്സ് നവീൻ. അതെന്തിനാ ഇതിന്റെ ഇടയിൽ ഒരു താങ്ക്സ്? പൂജയ്ക്ക് നവീൻ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാ. എടോ, പൂജകളിൽ നിന്നും മാറി നടന്നിരുന്നവനാ ഞാൻ. ദൈവങ്ങളോട് ഒട്ടും അടുപ്പില്ലായിരുന്നു. പക്ഷെ തന്നെ സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ, നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഓരോന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, മറ്റുള്ളവരെ പോലെ ഞാനും ഇതിനോടൊക്കെ അടുത്തു. ഞാനായിട്ട് ഒന്നിനൊരു മുടക്കം വരുത്തുന്നില്ല. താനെടുത്തുകൊണ്ടിരിക്കുന്ന വ്രതങ്ങൾ ഞാനോടി ചേർന്നല്ലേ പൂർത്തിയാക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കും മോനെ. എന്റെ ഈശ്വര, പരസ്പരം സ്നേഹിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്ന എന്റെ കുഞ്ഞുങ്ങളുടെ മനസ്സ് ഒന്ന് തിരിച്ചറിഞ്ഞൂടെ? ഭഗവാനെ, നവീന് യാതൊരു ആപത്തും വരുത്തരുതേ. നവീന്, നവീന് വേണ്ടി കുട്ടി ഇപ്പൊ പ്രാർത്ഥിച്ചില്ലേ? അതാരാന്നാ ചോദിച്ചേ?